വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ സ്നേഹവന്ദനം മുമ്പൊരിക്കൽ ഞാൻ കർത്താവായ യേശു ക്രിസ്തു ആരാണെന്നും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വീഡിയോ ചെയ്തിരുന്നു. ഇപ്പോൾ പറയുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിൻ്റെ പ്രാധാന്യം എന്തായിരുന്നു? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിൻ്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ മുഴുവൻ ലോകത്തെയും പാപത്തിലകപ്പെട്ട മുഴുവൻ മനുഷ്യരെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ആ മനുഷ്യരെയെല്ലാം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ കഴുകി അവരുടെ പാപങ്ങളെല്ലാം മോചിച്ച് അവരുടെ തെറ്റുകളെല്ലാം ക്ഷമിച്ച് അത് ദൈവത്തിൻ്റെ മക്കളാക്കി തീർക്കുന്ന ആ ഒരു പദ്ധതിയാണ് ഈ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിൻ്റെ പ്രാധാന്യമെന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് ആ പ്രാധാന്യമെന്ന് പറയുന്നത് മുഴുവൻ പാപത്തിലും, അതായത് പിശാചിൻ്റെ അടിമത്തത്തിൽ കിടന്നിരുന്ന സകല മനുഷ്യരെയും കർത്താവായ യേശു ക്രിസ്തു ദൈവത്തിൻ്റെ പുത്രനെന്നും കർത്താവായ യേശു ക്രിസ്തു കർത്താവെന്നും വിശ്വസിക്കുകയും കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി മരണപ്പെട്ടെന്നും കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി മരണപ്പെട്ടെന്നും മരണത്തെ പാതാളത്തിൽ ചൂടുത്തെഴുന്നേറ്റെന്നും പിതാവാം ദൈവത്തിൽ വലതുഭാഗത്തിരിക്കുന്നവനാണെന്നും അവൻ വീണ്ടും വരുന്നവനായ നമ്മുടെ കർത്താവും നമ്മുടെ ദൈവമാണെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ ദൈവം അധികാരം കൊടുത്തു, അവകാശം കൊടുത്തു. അതേ കർത്താവായ യേശു ക്രിസ്തു വിശ്വസിക്കുന്ന ഏവർക്കും, തൻ്റെ ഏകജാതനായ പുത്രനെ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ ദൈവം കൊടുത്ത അധികാരമാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് നിത്യജീവൻ ലഭിക്കും. അവൻ മരണത്തെ അതിജീവിച്ച് ഉയർത്തെഴുന്നേൽക്കുക മാത്രമല്ല, അവന് നിത്യജീവൻ ലഭിക്കുകയും ചെയ്യും, അല്ലെങ്കിൽ അവൾക്ക് നിത്യജീവൻ ലഭിക്കുകയും ചെയ്യും. ആരും കർത്താവ് വിശ്വസിക്കുന്നു, സ്ത്രീയോ പുരുഷനോ ആരുമായിക്കോട്ടെ, കർത്താവായ യേശു ക്രിസ്തു വിശ്വസിക്കുന്നവർക്ക് നിത്യജീവൻ ലഭിച്ചിരിക്കും. അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. അത് ഈ ലോകം കൊണ്ട് അവസാനിക്കുന്ന ഒരു പദ്ധതിയല്ല. ഈ ലോകത്തിന് ശേഷം കർത്താവിൻ്റെ കൂടെ നിത്യതയിൽ വാഴുവാൻ, യുഗയുഗങ്ങളോളം ജീവിക്കുവാൻ കിട്ടുന്ന ഒരു മഹാഭാഗ്യമാണത്. കർത്താവായ യേശു ക്രിസ്തുവിൽ നിങ്ങൾ വിശ്വസിക്കാത്ത ആളാണെങ്കിൽ വിശ്വസിക്കുക, നിങ്ങൾക്ക് നിത്യജീവൻ ലഭിക്കും. ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.